കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിക്കാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭ സാക്ഷ്യം വഹിച്ചത്. സാധാരണ നമ്മൾ കാണാറുള്ള രാഷ്ട്രീയ ചളിവാരി എറിയലുകളല്ല അവിടെ നടന്നത്. മറിച്ച് കേരളത്തിലെ വികസന മുരടിപ്പിന്റെ യഥാർത്ഥ കാരണങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അക്കമിട്ട് നിരത്തുകയായിരുന്നു. ജോൺ ബ്രിട്ടാസ് MP-യുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി നൽകിയ മറുപടി കേവലം ഒരു മറുപടിയല്ല, അതൊരു ചാർജ് ഷീറ്റാണ്. കേരളത്തിലെ LDF സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെയുള്ള ശക്തമായ ചാർജ് ഷീറ്റ്. ശബരി റെയിൽ പൂർത്തിയാക്കണമെങ്കിൽ കേരളത്തിൽ BJP വരണമെന്ന് മന്ത്രി പറയുമ്പോൾ അതിലൊരു വലിയ സത്യമുണ്ട്. എന്താണ് ആ സത്യം? എന്തുകൊണ്ടാണ് സിൽവർ ലൈൻ എന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ കേന്ദ്രം പച്ചക്കള്ളം എന്ന് വിളിക്കുന്നത്? ഇന്ത്യ മുഴുവൻ ഹൈസ്പീഡ് റെയിലുകൾ ഓടുമ്പോൾ കേരളം മാത്രം എന്തുകൊണ്ട് കടക്കണിയിൽ വീഴുന്ന പദ്ധതികൾക്ക് പിന്നാലെ പോകുന്നു? മെട്രോമാൻ ശ്രീധരൻ എന്ന വിശ്വവിഖ്യാതനായ എഞ്ചിനീയറെ കേരള സർക്കാർ അവഗണിക്കുമ്പോൾ മോദി സർക്കാർ അദ്ദേഹത്തിന് നൽകുന്ന ആദരവ് നമ്മൾ കണ്ടതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ വരും ദശകങ്ങളിലെ വികസന പാതയെക്കുറിച്ചാണ്. ജോൺ ബ്രിട്ടാസ് പറഞ്ഞ പച്ചക്കള്ളങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവനും കാണുക. കാരണം വികസനത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ ഇന്ന് അക്കമിട്ട് നിരത്തും. ശബരി റെയിൽ പദ്ധതി 1997 വിഭാവനം ചെയ്തതാണ്. ഇന്ന് 2026 ആയിട്ടും എന്തുകൊണ്ട് ഈ പാതയിലൂടെ ഒരു ട്രെയിന് പോലും ഓടുന്നില്ല? പണമില്ലാത്തതാണോ കാരണം? അല്ല. സാങ്കേതിക വിദ്യ ഇല്ലാത്തതാണോ? അതുമല്ല. കാരണം രാഷ്ട്രീയമാണ്. അശ്വനി വൈഷ്ണവ് രാജ്യസഭയിൽ തുറന്നടിച്ചു. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്കായി പണം നീക്കിവെക്കാൻ തയ്യാറാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിൽ കാണിക്കുന്ന മെല്ലെപ്പോക്ക് ഈ പദ്ധതിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം സമ്മർദ്ദം ചെലുത്തുമ്പോൾ മാത്രം കുറച്ച് ചലനമുണ്ടാകും. പിന്നെയും ഫയലുകൾ ചുവപ്പ് നടയിൽ കുടുങ്ങും. മന്ത്രി പറഞ്ഞ ആ വാചകം ശ്രദ്ധിക്കാം. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ ശബരി റെയിൽ പൂർത്തിയാക്കും. ഇതിന്റെ അർത്ഥം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വികസനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും അസമിലും റെയിൽവേ പാതകൾ ഇരട്ടിപ്പിക്കുകയും വൈദ്യുതീകരിക്കുകയും ചെയ്യുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ്. അവിടെയെല്ലാം ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ ഉള്ളതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഒരേ വേഗതയിൽ ചിന്തിക്കുന്നു. എന്നാൽ കേരളത്തിൽ വികസനം രാഷ്ട്രീയ ലാഭത്തിനുള്ള ആയുധം മാത്രമാണെന്ന് ഈ 10 വർഷം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു. ശബരി റെയിൽ വന്നാൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. എന്നാൽ അത് വരാതിരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. രാജ്യസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ മിടുക്കനാണ് ജോൺ ബ്രിട്ടാസ്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയത് 8 എന്ന് പറഞ്ഞാൽ പറ്റില്ല, 16 പണിയാണ്. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി നൽകിയ മറുപടി ബ്രിട്ടാസിന്റെ വായടപ്പിച്ചു. മന്ത്രി പറഞ്ഞു, ബ്രിട്ടാസ് നല്ല വാഗ്മിയാണ്, പക്ഷേ അദ്ദേഹം വസ്തുതകൾ വളച്ചൊടിക്കുന്നു. ബ്രിട്ടാസ് ശ്രമിച്ചത് സിൽവർ ലൈൻ പദ്ധതി കേന്ദ്രം തടയുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. എന്നാൽ സിൽവർ ലൈൻ എന്ന കേരള പദ്ധതിയുടെ DPR പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും അതൊരു അപ്രായോഗികമായ പദ്ധതിയാണെന്ന്. കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന, ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടക്കണിയിലേക്ക് തള്ളുന്നൊരു പദ്ധതിയെ എങ്ങനെയാണ് കേന്ദ്രത്തിന് അംഗീകരിക്കാൻ സാധിക്കുക? കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാണ്. വികസനം വേണം, പക്ഷെ അത് സുസ്ഥിരമായിരിക്കണം. സിൽവർ ലൈനിന് വേണ്ടി വാദിക്കുന്നവർ എന്തുകൊണ്ട് നിലവിലുള്ള പാതകളുടെ വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നില്ല? നിലവിലുള്ള പാതകൾ നവീകരിച്ചാൽ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് 160 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും. അതിന് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകാത്ത സർക്കാർ എന്തിനാണ് സിൽവർ ലൈൻ എന്ന മരീചികയ്ക്ക് പിന്നാലെ പോകുന്നത്? കമ്മീഷൻ അടിക്കാനുള്ള തത്രപ്പാടാണോ ഇതിന് പിന്നിൽ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ നാടിന്റെ അഭിമാനമാണ് മെട്രോമാൻ ശ്രീധരൻ. പാലാരിവട്ടം പാലം തകർന്നപ്പോൾ അത് പുനർനിർമ്മിക്കാൻ നമുക്ക് അദ്ദേഹത്തെ വേണമായിരുന്നു. അതുപോലെ നമ്മൾ കൊങ്കണും ഡൽഹി എല്ലാം കണ്ടതാണ്. എന്നാൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ പരിഹസിക്കാനാണ് LDFും UDFും ഒക്കെ ശ്രമിക്കുന്നത്. ബ്രിട്ടാസ് രാജ്യസഭയിൽ ചോദിച്ചു, മലപ്പുറത്ത് ശ്രീധരൻ ഓഫീസ് തുറന്നത് കേന്ദ്രത്തിന്റെ അനുമതിയോടെയാണോ എന്ന്. അശ്വനി വൈഷ്ണവ് നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. അത് നിങ്ങളും അറിയണം. ശ്രീധരൻ രാജ്യത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തെ രാജ്യം ബഹുമാനിക്കുന്നു. പുതിയതായി പ്രഖ്യാപിച്ച 7 ഹൈസ്പീഡ് റെയിൽവേ പ്രൊജക്ടുകളിൽ കേന്ദ്ര സർക്കാർ ശ്രീധരന്റെ ഉപദേശം തേടിയിട്ടുമുണ്ട്. ഒരു വശത്ത് കേരള സർക്കാർ അദ്ദേഹത്തെ മാറ്റി നിർത്തുമ്പോൾ മറുവശത്ത് ഭാരത സർക്കാർ അദ്ദേഹത്തിന്റെ ബുദ്ധിയും അനുഭവ സമ്പത്തും രാഷ്ട്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. മലപ്പുറത്ത് അദ്ദേഹം തുറന്ന ഓഫീസ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതികളുടെ ഏകോപനത്തിന് വേണ്ടിയുള്ളതാണ്. ശ്രീധരനെ പോലെ ഒരു വ്യക്തിയെ അപമാനിക്കാൻ ശ്രമിച്ച ബ്രിട്ടാസിനും LDFിനും ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ശ്രീധരനെ പോലെ ഒരു പ്രതിഭയെ ഉപയോഗപ്പെടുത്താത്തത്? നമുക്ക് സിൽവർ ലൈനിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദമായി സംസാരിക്കാം. കാരണം സിൽവർ ലൈൻ വന്നാൽ കേരളം രക്ഷപ്പെടുമെന്നാണ് LDF പറയുന്നത്. എന്നാൽ ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം എന്ന് പറയുന്നത് അവർ മറച്ചു വെക്കുന്ന ഒരു സത്യമാണ്. കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു മതിൽക്കെട്ടായി ഈ പാത മാറും.
വെള്ളപ്പൊക്കത്തിനും മറ്റ് പ്രകൃതി ദുരന്തങ്ങൾക്കും ഇത് കാരണമാകും. അതേസമയം കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ബദൽ എന്താണ്? വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ട്രെയിനായി വന്ദേ ഭാരത് മാറി. നിലവിലുള്ള പാതകൾ സിഗ്നലിംഗ് മാറ്റം വരുത്തിയും വളവുകൾ നിവർത്തിയും വികസിപ്പിച്ചാൽ സിൽവർ ലൈനേക്കാൾ കുറഞ്ഞ ചിലവിൽ അതിവേഗ യാത്ര സാധ്യമാകില്ലേ? മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞതുപോലെ സർക്കാർ ആദ്യം സ്ഥലമെടുപ്പ് തുടങ്ങട്ടെ. റെയിൽവേ വികസനത്തിന് ഭൂമി നൽകാൻ മടിക്കുന്ന സർക്കാർ സിൽവർ ലൈനിന് വേണ്ടി മാത്രം വാശി പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന് പിന്നിൽ തന്നെ ഒരു ഗൂഢതയില്ലേ? വിദേശ വായ്പകൾ എടുക്കുമ്പോൾ കിട്ടുന്ന വലിയ കമ്മീഷനാണോ ലക്ഷ്യം? ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനായി കുതിക്കുമ്പോൾ കേരളം ഇങ്ങനെ കടക്കണിയിൽ വീഴുന്നത് ഇത്തരം പിടിവാശികൾ മൂലമാണ്. മോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേയിൽ നടക്കുന്നത് ഒരു വിപ്ലവമാണ്. 2014 മുമ്പുള്ള റെയിൽവേയും ഇന്നത്തെ റെയിൽവേയും തമ്മിലുള്ള വ്യത്യാസം കൂടി നമുക്ക് നോക്കാം. വൃത്തിയുള്ള സ്റ്റേഷനുകൾ, ബയോ ടോയ്ലറ്റുകൾ, അന്താരാഷ്ട്ര വിമാനത്താവളം പോലെയുള്ള റെയിൽവേ സ്റ്റേഷൻ, അതിവേഗ ട്രെയിനുകൾ, അപകടം കുറഞ്ഞ യാത്ര. ഭാരതം ഇന്ന് ലോകത്തിന് മാതൃകയാണ്. കവച് എന്ന സുരക്ഷാ സംവിധാനം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചു. ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾ പൂർത്തിയായി വരുന്നു. ജമ്മു കാശ്മീരിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നമ്മൾ നിർമ്മിച്ചു. ഭാരതം ഇത്രയേറെ മുന്നേറുമ്പോഴും കേരളത്തിൽ വികസന പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ്. കേന്ദ്രം എന്ത് നൽകിയാലും അത് കേരളത്തിന് വേണ്ട എന്ന നിലപാട് ഗുണം ചെയ്യില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലം മെഡിക്കൽ കോളേജിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ എന്തായാലും തുറന്നു കാട്ടിയത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു, പക്ഷെ ഭരണകൂടം അത് തടയുന്നു. ഈ അവസ്ഥ മാറണമെങ്കിൽ ചിന്താഗതി മാറണം. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രവുമായി സഹകരിക്കാൻ സംസ്ഥാനം തയ്യാറാകണം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ ഭാവിയാണ്. ശബരി റെയിൽ വരണമെങ്കിൽ, നമ്മുടെ യാത്രകൾ സുഗമമാകണമെങ്കിൽ, ഈ ശ്രീധരനെ പോലെയുള്ളവർ നയിക്കുന്ന വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാകണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറേണ്ടതുണ്ട്. അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ നടത്തിയ ആ പ്രസംഗം കേരളത്തിലെ ഓരോ വോട്ടർക്കും ഉള്ള ഒരു സന്ദേശമാണ്. വികസനം തടയുന്നവരെയല്ല, വികസനം കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലൂടെ മന്ത്രി തുറന്നു കാട്ടിയത് തീർച്ചയായും LDFന്റെ പൊള്ളത്തരം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ BJP വന്നാൽ വികസനം വേഗത്തിലാകുമെന്ന് നിങ്ങളും കരുതുന്നുണ്ടോ? സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമോ അതോ അത് വേണമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.